أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്ത് അൽ ഫാത്തിഹ. ഇതിൻ്റെ വിവരണത്തിൽ തഫ്സീർ കബീറിൽ ഹസ്രത്ത് അഹ്ലിദ് മുസി സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, തുടർന്ന് പറയുകയാണ്, ഈ സൂറത്തിന് ഒരുപാട് പേരുകളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട പേരുകളെന്ന് പറഞ്ഞുകൊണ്ട് ഹുസൂർ അത് വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടതും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥാപിതമായതുമായ പേരുകൾ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 9 പേരുകൾ ഹുസൂർ ഇതിൽ പറയുന്നുണ്ട്. അതിലൊന്ന് സൂറത്തു അസ്സലാത്ത്, 2 സൂറത്തുൽ ഹംദ്, 3 ഉമ്മുൽ ഖുർആൻ, 4 ഖുർആനുൽ അദീം, 5 അസ്സബഅ മസാനി, 6 ഉമ്മുൽ കിതാബ്, 7 അഷ്ഷിഫാ, 8 അർ റുഖിയ, 9 അൽ കിൻസ്. ഈ പേരുകളാണ് 9 പേരുകളാണ് പറഞ്ഞത്. ഇതിൽ സൂറത്തു സലാത്ത് എന്നതിനെ സംബന്ധിച്ച് ഹുസൂർ അതിലൊരു ഹദീസ് പറഞ്ഞുകൊണ്ട് പറയുന്ന, ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ. ഇതേ റിവായത്ത് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു ജരീറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സൂറ ഫാത്തിഹയെ എൻ്റെയും എൻ്റെ അടിയാറുകളുടെയും ഇടയിൽ പകുതിയായി വിതരണം ചെയ്തു എന്ന് പറയുന്നു. അതായത് പകുതി സൂറത്തിൽ സിഫാത്തെ ഇലാഹി, അതായത് അള്ളാഹുവിൻ്റെ ദൈവിക സിഫത്തുകൾ കുറിച്ച് പരാമർശിക്കുന്നു. ബാക്കി പകുതി അടിയാറുകൾക്ക് വേണ്ടിയുള്ള ദുആയും അള്ളാഹു ഇതിൽ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇനി രണ്ടാമതായി പറയുന്നത് സൂറത്ത് അൽ ഹംദ്. അബൂദാബുദിൽ ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽഹംദുലില്ലാഹി ഉമ്മുൽ ഖുർആനി വ ഉമ്മുൽ കിതാബി വ സബഅ മസാനി. അതായത് സൂറത്ത് അൽഹംദുലില്ലായുടെ മറ്റൊരു പേര് ഉമ്മുൽ ഖുർആൻ എന്നും അതുപോലെ ഉമ്മുൽ കിതാബ് സബഅ മസാനി എന്നുമാണ് എന്ന് പറയുന്നു ഈ ഹദീസിൽ. ഇനി 3, 4, 5 പേരുകളെ സംബന്ധിച്ച് ഹുസൂർ പറയും, ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ അദീം, സബഅ മസാനി. നേരത്തെ ആ ഹദീസിൽ പറഞ്ഞതേ പേരുകൾ. ഈ 3 പേരുകളും ഈ സൂറത്തിൻ്റേതാണ്, അതായത് സൂറ ഫാത്തിഹയുടേതാണ്. മുസന്നദ് അഹ്മദ് ബിൻ ഹംബലിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ഹിയ ഉമ്മുൽ ഖുർആനി വഹിയ സബഅ മസാനി വഹിയ ഖുർആനുൽ അദീം. അതായത് സൂറ ഫാത്തിഹ ഉമ്മുൽ ഖുർആനുമാണ്, സബഅ മസാനിയുമാണ്, അതുപോലെ ഖുർആനുൽ അദീമുമാണ്. പിന്നെ ഹുസൂർ ഇതിൽ സബഅ മസാനി എന്ന വാക്ക് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന്, വലഖദ് അഅതൈനാക സബഅം മിനൽ മസാനി, അൽ ഹജറിലെ ആ ആയത്ത് എടുത്തുദ്ധരിക്കുന്നു. അപ്പോൾ ഈ പേരും വിശുദ്ധ ഖുർആനിൽ തന്നെ വച്ചിട്ടുള്ളതാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നു എന്ന് ഹുസൂർ പറയുന്നു. പിന്നെ 6ാമത്തെ പേര് പറയുന്നത് ഉമ്മുൽ കിതാബ്. അതായത് നേരത്തെ സൂറത്തുൽ ഹംദ് എന്ന പേര് കേൾപ്പിച്ചപ്പോൾ അതിന് അബൂദാബൂദിലൊരു ഹദീസ് കേൾപ്പിച്ചു, അതിലും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതായത് ഉമ്മുൽ കിതാബ് എന്ന പേര് അതിൽ ആ ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെയും വിശദീകരണം എന്ന് ഹുസൂർ പറയുന്നു. പിന്നെ 7ാമത്തെ പേര് ഹുസൂർ പറയുന്ന അഷ്ഷിഫാ. എന്നിട്ട് ഹുസൂർ പറയുന്ന ഹദ്റത്ത് അബൂ സയ്യിദ് ഖുദരി റളിയല്ലാഹു അൻഹു നിന്നും നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ഫാത്തിഹത്തുൽ കിതാബി ഷിഫാഉൻ മിൻ കുല്ലി ദാഇൻ. സൂറ ഫാത്തിഹ എല്ലാ രോഗങ്ങളിൽ നിന്നും ഷിഫ നൽകുന്നു. ഇതേ റിവായത്ത് ബൈഹഖി അദ്ദേഹം റിവായത്ത് ചെയ്തിരിക്കുന്ന മിൻ കുല്ലി ദാഇൻ എന്നതിന് പകരം മിൻ കുല്ലി സമ്മിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ വിഷങ്ങൾക്കും എന്ന് വന്നിരിക്കുന്നത്, അതായത് എല്ലാ രോഗങ്ങൾക്കും എന്നുള്ളിടത്ത് അവിടെ എല്ലാ വിഷങ്ങൾക്കും പ്രതിവിധിയാണ് എന്ന് കൊടുത്തിരിക്കുന്നതെന്ന് ഹുസൂർ പറയുന്നു. പിന്നെ 8ാമത്തെ പേര് ഈ സൂറ ഫാത്തിഹയുടെ 8ാമത്തെ പേര് പറയുന്നത് അർ റുഖിയ, അതായത് മന്ത്രിച്ചൂതുന്ന സൂറത്ത് എന്ന് പറയുന്നു. ഇതിനെ സംബന്ധിച്ചും അതിൻ്റെ തെളിവുകൾ ഹുസൂർ പറയുന്നത്, ഈ പേരും ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനവുമായിട്ട് മുസന്നദ് അഹ്മദ് ബിൻ ഹംബലിൽ അതുപോലെ തന്നെ ബുഖാരി എന്നിവയിൽ വന്നിട്ടുണ്ട്. അതായത് ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു,
അത് അയാൾക്ക് സംഭവിച്ചൊരു കാര്യം, ഒരാളെ പാമ്പ് കടിച്ചു. ഞാൻ അയാളുടെ മേൽ സൂറ ഫാത്തിഹ ഊതി അയാൾക്ക് സുഖപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യുദ്രീക ഇന്നഹ റുഖിയ്യ. അതായത് നിനക്ക് എങ്ങനെയാണ് ഇത് മന്ത്രിച്ചൂതുന്നതാണെന്ന് മനസ്സിലായത് എന്ന് ആ സഹാബിയോട് ചോദിച്ചു. അപ്പോൾ ആ സഹാബി പറഞ്ഞു, ഇത് യാ റസൂലുള്ളാഹി, ഇതെൻ്റെ ഹൃദയത്തിൽ വന്നതാണ് എന്ന് പറയുകയുണ്ടായി. അടുത്ത 9ാമത്തെ പേരായിട്ട് ഹുസൂർ പറയുന്നത് സൂറത്തുൽ കിൻസ്. ഇതിൻ്റെ തെളിവായിട്ട് ബൈഹഖിയിലെ ഒരു റിവായത്ത് പറയുന്ന ഹദ്റത്ത് അനസ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം. അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു, അല്ലാഹു തആല എന്നോട് കരുണ ചൊരിഞ്ഞുകൊണ്ട് എനിക്ക് നൽകിയ പ്രത്യേക സമ്മാനങ്ങളിൽ ഒന്നാണ് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് ഈ സൂറത്തിനെ കുറിച്ച് പറയുന്നു. അല്ലാഹു തആല എന്നോട് പറഞ്ഞു, ഇതെൻ്റെ അർഷിൻ്റെ ഖജനാവിൽ നിന്നും ഒരു ഖജനാവാകുന്നു എന്ന്. ഈ 9 പേരുകൾക്ക് പുറമെ ഹുദൂർ പറയുകയാണ്, ഈ 9 പേരുകൾക്ക് പുറമെ ഈ സൂറത്തിൻ്റെ പല പേരുകളും ഉണ്ടെന്ന് സഹാബാക്കളിൽ നിന്ന് നിവേദനങ്ങളുണ്ട്. ഇമാം സുയൂത്തി ഇതിൻ്റെ എണ്ണം 25 വരെ എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ അല്ലാമ ഖുർത്തബി 12 പേരുകൾ എഴുതിയിരിക്കുന്നു. പക്ഷേ മറ്റ് പേരുകളുടെ തെളിവുകളൊന്നും എനിക്ക് ഹദീസിൽ നിന്നോ അല്ലെങ്കിൽ ഖുർആനിൽ നിന്നോ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാനതിവിടെ ചേർത്തിട്ടില്ല, ഞാനിതിവിടെ പറഞ്ഞിട്ടില്ല എന്ന് ഹുദൂർ പറയുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതാണ്. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.